ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിംഗ് ആണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഓഫ് ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ആക്കി എടുക്കാം. ഇപ്പൊ ഈ കസ്റ്റാർഡ് മിക്സ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറക്കാൻ മറന്നുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. പുഡിങ്ങിന്റെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടാണ്. 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയ ശേഷം ഈ കസ്റ്റാർഡ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കസ്റ്റാർഡ് മിക്സ് ചൂടാറുന്ന മുമ്പായിട്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്യണം. കൊക്കോ പൗഡറിന് പകരം ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്താലും മതി. മിക്സ് ആക്കിയ ശേഷം നമുക്കിതിന് മുകളിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ സൈഡിലും ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് ലെവൽ ചെയ്തെടുത്താലും മതി. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ക്രഷ്ഡ് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ ഈ കസ്റ്റാർഡ് പുഡിംഗ് നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുറഞ്ഞ ചെലവിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണിത്. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.